ഈ ഫീൽഡിൽ മരപ്പണി ഞങ്ങൾക്ക് മുന്നോട്ട് പോകില്ല. ഇപ്പം തന്നെ ഏകദേശം ഞങ്ങളെ പാർട്സൊക്കെ തീരുമാനമായി. അങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മടുപ്പോ ഒന്നുമില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന സംഭവമാണ്. ശരീരം ഇപ്പോൾ കുറച്ചായിട്ട് അനുവദിക്കില്ല എന്നൊരു സംഭവമുള്ളൂ. 15 വർഷത്തെ മുന്നത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെവി വെയിറ്റ് ഒന്നും ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഷോൾഡറിൽ വെച്ചിട്ട് ഞങ്ങൾ മരം കൊണ്ടുപോകുക. അപ്പോൾ മുട്ടുവേദനയ്ക്കും അല്ലെങ്കിൽ ബാക്ക് പെയിനും ഊരവേദന ഉണ്ടാവും. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. പോണത്ര പോവുക. സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓളെ വാച്ച് ചെയ്ത് നടക്കലാണ്. ഓള് നടത്തും, അതേമാതിരി തന്നെ ചിലപ്പോൾ നടക്കുമ്പോൾ അത് അട്ടം മാറ്റില്ലോ. അതൊക്കെ ഞാൻ ചില സമയത്ത് ഒരു ആവശ്യമില്ല ഞാൻ അവളോട് കച്ചറ ഉണ്ടാക്കും. അതായത് ദേഷ്യം വരുമ്പോൾ ഒരു സാധനം കിട്ടുമല്ലോ, ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ആവശ്യമില്ല അവളോട് കച്ചറ ഉണ്ടാക്കും. അതൊന്നും ഓൾക്ക് അറിയില്ല. അപ്പം എനിക്ക് എൻ്റെ ഉദ്ദേശം ആ സാധനം കിട്ടലാണ്. അങ്ങനെ ഓളെ സത്യം പറഞ്ഞാൽ ഓളേക്കെന്നാണ് ഞാൻ ഈ സാധനം എടുക്കുന്നത്. ഒരു ഗേൾ ഫ്രണ്ട് അല്ലേ, ഭാവിയിൽ ഭാര്യ ആവേണ്ട ഒരു കുട്ടിയാണ്. എന്തെല്ലാം ക്വാളിറ്റീസ് വേണം ഭാര്യക്ക്? ഓന് പേരേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. സംഭവം സെറ്റ് കല്യാണം കഴിക്കാൻ വേണ്ടി. പെരക്കാർക്ക് യാതൊരു ചൂടില്ല. അത് ഞാൻ ഓണ്ടിങ്ങനെ പറയും എന്താ ചെയ്യുക, പെരക്കാർക്ക് ഒരു ചൂടില്ല അറിയുന്നുണ്ട്. 2 ദിവസം മീനും പച്ചക്കറി മിക്സായി കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഇപ്പോഴും മാറ്റമൊന്നുമില്ല എന്നോ പറയും. ഈ പല ഇൻഫ്ലുവൻസേഴ്സും പല ആളുകളും കാണാറുണ്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരൊക്കെ പിന്നെ പണി ചെയ്യാറില്ല. ഞങ്ങള് നേരത്തെ പറയാം, ഞങ്ങൾ ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യാണ് വർക്ക്. ഞങ്ങൾ ഇനിയിപ്പോ എന്തെന്നെ ആയാലും ഈ ഫീൽഡിൽ ഞങ്ങളിപ്പോ കുറച്ചും വേണ്ടി എന്തെന്നായാലും വർക്ക് ഞങ്ങൾ ആ വർക്ക് അവിടെ ഉണ്ടാവും. നിങ്ങളുടെ പണി ശരിക്കും നോക്കുകയാൽ നല്ല നയിപ്പുള്ള പണി. ഇപ്പൊ പറഞ്ഞില്ലേ വേദന വരുന്നതൊക്കെ, അപ്പൊ എന്തുകൊണ്ട് അത് നിർത്തിയിട്ട് ഇത് ചെയ്യേണ്ട, ഇത് മെയിൻ ആയിട്ട് എടുത്തുകൂടാന്ന് തോന്നാൻ കാര്യം എന്താ? വെച്ചാല് ആ ലെവലിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ വല്ല പിന്നെ പടത്തേക്കോ ഫിലിമൊക്കെ എന്തെങ്കിലും കിട്ടാനുണ്ട്, ചിലപ്പോൾ ബായ് കൊണ്ട് കിട്ടാന്നിട്ട് ചിലപ്പോൾ അങ്ങനെ ആ ഒരു വൈക്ക് പോകാനുള്ള കാഴ്ചപ്പാടും ഉണ്ട്. എന്തായാലും ഞങ്ങളെ പണി പോണത്ര അങ്ങനെ പോകും. ഞങ്ങളുടെ ശരീരം കൊണ്ട് വയ്ക്കുന്നത്ര അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുള്ള് റിസ്ക് എടുക്കണവനാണ്. കാരണം എഡിറ്റിങ്, ഈ മാസം ഡാൻസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല റിസ്ക് ആണ്. അത്യാവശ്യം 2 ദിവസം മുമ്പടക്കം ഇപ്പൊ വന്നിട്ട് പറഞ്ഞു എന്ത്, പിന്നീട് ഡോക്ടർ പറഞ്ഞു ഒരു ഭയങ്കര ഹെഡേക്കാണ്. അവൻ പറഞ്ഞു ഈ രാത്രി ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഡെയിലി മെസ്സേജ് ആയി ഞാൻ നാളെ വരട്ടെ. എന്റെ വീട് ശരിക്കും ഇവിടെ അല്ല, ഞാൻ മലപ്പുറമാണ്, ശരി കോട്ടക്കലടുത്ത. ഞാൻ 20 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ വീട്. ഞാൻ അല്ല ഡെയിലി വരാം അവിടുന്ന് എല്ലാ വെള്ളിയാഴ്ചകളും വരലാണ്. മണ്ണിൽ മന്ദാരങ്ങൾ വിണ്ണിൽ വെൺതാരങ്ങൾ പൂത്തു, മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഒരു അടിപൊളിയായിട്ടൊരു ടീമുണ്ട്. എന്താ പറയുക, ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉമ്മമാരായി തോന്നാം, ചിലപ്പോൾ നമ്മുടെ ഉപ്പമാരായി തോന്നാം. ഒരു ഉപ്പ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു, നീക്കെടുത്ത്. ഓക്കെ, വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു ക്രേസി ഷുക്കൂർ ആൻഡ് ടീം. ഹലോ, വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞതാ ഇവിടുന്ന് തുടങ്ങാം. അപ്പൊ ഇവിടെ തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തുടങ്ങണോ? വേണ്ടോ? ഫസ്റ്റ് വാപ്പ തുടങ്ങട്ടെ. പറയൂ, പേര് പറയൂ. ഷമീർ. എന്ത് ചെയ്യുന്നു? മരപരിപാടിയാണ്. ഓക്കെ, ഞാൻ വരാം. കുഞ്ഞുമോനെ എങ്കിൽ പറയും പേര്. മുഹമ്മദ് മുഷ്താഖ്. എന്നിട്ട് പ്രത്യേകം ചോദിക്കണം, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചോദിച്ചു. സ്കൂളിൽ എന്താ വിളിക്കാ? കുഞ്ഞുമോനെ എന്ന് വിളിക്കുക. അപ്പൊ ആരെങ്കിലും മുഹമ്മദ് മുസ്തഖ് എന്ന് വിളിച്ചാൽ വിളി കേൾക്കുവോ? കമ്മിയാണ്. നൈസ് ആട്ടോ കുഞ്ഞുമോൻ, അത് മതി അല്ലേ? അതാ രസം. ഓക്കെ, ഇനി നമ്മുടെ നെടുന്തൂണും നമ്മുടെ ചാനലിന്റെയും നമ്മുടെ വീഡിയോ എല്ലാം ആയ ഷുക്കൂർക്ക അല്ലേ? പേര് പറഞ്ഞോളൂ. ഷുക്കൂർ ഇവരോട് മാത്രം ചോദിക്കാതിരിക്കണ്ട. ഷുക്കൂർ, ക്രേസി ഷുക്കൂർ എന്നാണ് ഇൻസ്റ്റയിലെ ഐഡി. ഇവരൊക്കെ ഒപ്പം ഞങ്ങൾ ഒപ്പം ചെയ്യുന്ന ആൾക്കാരാണ്. ടീമായിട്ട് വന്നിട്ടാണ്, കൂടിയവരാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ പരിചയപ്പെടാം. നിയാസ് എന്ത് ചെയ്യുന്നു? ഞാൻ മീൻ മാർക്കറ്റില് വെറൈറ്റി വരുന്ന എവിടെയാ? മീൻ മാർക്കറ്റിൽ അല്ലേ? നല്ല മീനൊക്കെ കിട്ടും ഇവിടെ വന്നാ അല്ലേ? പോകുമ്പോ എനിക്ക് 1 കിലോ മത്തി തരാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ വാലും തലയൊന്നുമില്ല. സെയ്ദ്, സിമ്പിൾ നെയിം അല്ലേ? മരപ്പണി അല്ലേ? ഓക്കെ, എങ്ങനെ നമ്മുടെ ഈ ക്രേസി ഷുക്കൂർ എന്ന് പറഞ്ഞ ടീം ഉണ്ടായി? എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഇവനും മരപ്പണിയാണ്. ഇവർ ഇടയ്ക്ക് വരും,
ഞങ്ങൾ മരപ്പണിയിൽ പിന്നെ ഞങ്ങളെ പരിപാടി തന്നെയാണ്, വാപ്പായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ആദ്യം വാപ്പ മരം മുറിക്കാനൊക്കെ പോയിന്ന്, പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ കച്ചവടം തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് 2-3 വണ്ടിയും കച്ചവടമൊക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ട്രാക്കിക്ക് വാപ്പ ആക്കി തന്നു. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരാളെ കീഴിൽ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള ഹാപ്പി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ തന്നെ മുതലാളി. നമ്മൾ മുതലാളി പറഞ്ഞാൽ ഞങ്ങള് മുതലാളി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇത് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഭരിക്കാൻ ആരുമില്ല, ഞങ്ങൾ എല്ലാവരും പണിക്കാരാണ്, പുറത്തുനിന്ന് ആരുമില്ല. ഫുള്ള് റിലേറ്റീവ്സ്. ഇപ്പൊ ഇവന്റെ അമ്മയുടെ മകനാണ്, ഇവനും റിലേറ്റീവ്, ഞങ്ങളൊക്കെ കുടുംബക്കാരാണ്. പുറത്തുനിന്ന് ഒരൊറ്റ ബായിയുള്ളൂ. പുറത്തുനിന്ന് നമ്മുടെ ബായി മാത്രമേ ഉള്ളൂ. 2 ബായികളുണ്ട്. ബാക്കി എല്ലാവരും ഞങ്ങള് ഏട്ടനായി. ഇപ്പൊ എന്റെ ജ്യേഷ്ഠനാണ്, അവരാണ് കച്ചവടം ചെയ്യുന്നത്. പിന്നെ അതേമാതിരി ഞങ്ങൾ വേറെ റിലേറ്റീവ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന സംഭവമാണ്. ഈ പുള്ളി ആരായിട്ട് വരും? ഇവന്റെ അമ്മായിയുടെ മോനാണ്. അമ്മായിയുടെ മോനാണ് അല്ലേ? ഈ റോൾ ചെയ്യുമ്പോ മാത്രം ഇപ്പൊ ക്യാരക്ടർ പിടിച്ചാ മതി, അല്ലെങ്കിൽ വിടൂ, ശ്വാസം വിടൂ. എനിക്ക് പേടിയല്ലേ? ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആള് ഇത്ര സീരിയസ് കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവാ. ശരിക്കും എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ പറയ, എന്താ പ്രശ്നം? ഞാനെന്താ പറയണ്ടത്? എടുക്കണ്ടല്ലേ? എന്നിട്ട് വന്നൊരു ചിക്കുറ് പറയണ്ട, ആ ഭാഗത്തേക്ക് അതി എടുക്കണ്ട, ആ ഭാഗത്തേക്ക് അതി എടുക്കണ്ട. അതെന്താ ഇവരെല്ലാരും ഇങ്ങനെ ഒരു കരക്കമ്പിയാണ്? എന്തുകൊണ്ട് അങ്ങനെ കേൾക്കുന്നേ? ശരിയാണോ അത്? ഓര് പറയണം, എന്തൊക്കെയാ പറയണം. ഞാൻ അങ്ങനെ സൈലന്റ് ആണ്. നിങ്ങൾ ചോദ്യങ്ങൾക്കല്ല ഉത്തരങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങൾ. ഞങ്ങൾ ബുദ്ധിജീവികളൊക്കെ അങ്ങനെ ബുദ്ധിജീവികളല്ലേ? അല്ലേ? അതെ, ഈ സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോസിലെ ഈ ഉപവേഷാണ് തരുന്നത്. അതിൽ പരാതി ഉണ്ടോ? എന്താ സന്തോഷാണ്. അതുകൊണ്ട് ബലട്ട് പൊളിക്കാനാണ് എനിക്ക് അടിയടിക്കുക അല്ലേ? ഇഷ്ടാണോ? ഇപ്പൊ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് മാറ്റി വേറെ റോള് തരാൻ? ഇല്ലല്ല, ഈ 3 വർഷത്തിനടുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ചോദിച്ചോക്ക്. ഏത് ക്യാരക്ടർ? ഇല്ലല്ല, ഞാനൊരു വാപ്പല്ലാതെ തന്നെ കുറെ അഭിനയിച്ചു. പക്ഷെ വാപ്പ റോളിലാട്ടോ ആള് തിളങ്ങിയിരിക്കുന്നത്. എനിക്ക് ഞാൻ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ കൊടുക്കുമ്പോ എനിക്ക് ഒരു മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ എനിക്ക് മാച്ച് ചെയ്യാൻ ഒരു വാപ്പയുടെ ആ പ്രകൃതി ഉണ്ട്. പഴയ ആൾക്കാർ ഒരു സംസാരവും ആ ഒരു സ്വഭാവ ഒരു സംസാര ശൈലിയും ആ ഒരു നോട്ടവും എല്ലാം പഴമക്കാരുടെ സാധനം എടുത്തിട്ടുണ്ട്. ആളും പഴയതാണ്. 10 വയസ്സായിരുന്നു. 47 വയസ്സായി. 47 ഇപ്പൊ ഒരു വയസ്സാ. 31-28 ഡ്രസ്സിംഗ് നോക്കി നിങ്ങൾ ആരാ ഇരിക്കുന്ന അതുപോലെ? കാണിച്ചേ, മഞ്ഞ വാച്ച്, ചോപ്പ് ടീഷർട്ട്, ചോപ്പ് തൊപ്പി, ജീന്, സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ബേബി പറഞ്ഞത് അങ്ങനെ നടക്കാന്. ഉപ്പാന്റെ ക്യാരക്ടറിലും ആ വാച്ച് കിട്ടും, അതാ പ്രശ്നമില്ല. കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഷുക്കൂർക്ക് പറഞ്ഞില്ലേ, അതായത് നമ്മളൊരു പണി നടത്തുന്നുണ്ട്, മരപ്പണിയാണ്. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ചെയ്യാണല്ലോ, അതായത് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ശരിക്കും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ പല ഇൻഫ്ലുവൻസേഴ്സും പല ആളുകളും കാണാറുണ്ട്, അതായത് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരൊക്കെ പിന്നെ പണി ചെയ്യാറില്ല. ഞങ്ങള് നേരത്തെ പറയാം, ഞങ്ങൾ ഇതൊരു പാഷന്റെ പുറത്ത് ചെയ്യാണ് വർക്ക്. ഞങ്ങൾ ഇനിയിപ്പോ എന്തെന്നെ ആയാലും ഈ ഫീൽഡിൽ ഞങ്ങളിപ്പോ പഠിച്ച വേണ്ടി എന്തെന്നെ ആയാലും വർക്ക് ഞങ്ങൾ ആ വർക്ക് അവിടെ ഉണ്ടാവും. അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത്. ഓരോ ആൾക്കാർക്ക് ചോദിക്കും, നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂപ്പി പോകണമെന്ന് ചോദിക്കും. അറിയാത്തൊരു ഞങ്ങളുടെ ലൈഫ് ഇതാണ്. ഇപ്പം ഞങ്ങൾക്ക് 10-15 വർഷമായി ഈ ഫീൽഡിൽ. അപ്പോൾ ഇതിന് പണിയെടുത്തും കൊണ്ട് തന്നെ ഇരിക്കും. ഇനി മുന്നോട്ട് അധികം പോകില്ല ഈ ഫീൽഡിൽ. അങ്ങനെ സംഭവമുണ്ട്, അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 15 വർഷത്തെ മുന്നത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെവി വെയിറ്റ് ഒന്നും ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഒരു ഹെവി വെയിറ്റ് ഷോൾഡറിൽ വെച്ചിട്ട് ഞങ്ങൾ മരം കൊണ്ടുപോകുക. അപ്പോൾ മുട്ടുവേദനയ്ക്കും അല്ലെങ്കിൽ ബാക്ക് പെയിന് ഊരവേദന ഉണ്ടാവും. അപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. പോണത്ര പോവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു വന്നിട്ടുള്ളൂ ഈ മുട്ടുവേദനയായിട്ട്. അപ്പോൾ അവർ തന്നെ എൻ്റെ ജോബ് റിലേറ്റബിൾ ആയിട്ട് വരുന്ന സംഭവമാണ്. ഒന്നില്ല ഈ പണി മാറ്റുക, അതാ അല്ലെങ്കിൽ വേറെ പണി നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവം അല്ല അങ്ങനെ ഒരു പറയാം. പക്ഷെ നമുക്ക് അറിയുന്ന പണി ഇതല്ലേ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഫെയിം ഉണ്ട്, അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുടെ പണി ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല നയിപ്പുള്ള പണി. ഇപ്പൊ പറഞ്ഞില്ലേ വേദന വരുന്നതൊക്കെ. അപ്പൊ എന്തുകൊണ്ട് അത് നിർത്തിയിട്ട് ഇത് ചെയ്യേണ്ട, ഇത് മെയിൻ ആയിട്ട് എടുത്തുകൂടാന്ന് തോന്നാൻ കാര്യം എന്താ? തോന്നാത്തത് ആ ലെവലിലേക്ക് എത്തിയത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ലെവലില് അങ്ങനെ പോവാണ്. എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആവും. ഇതുവരെ ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ലെവലിൽ അങ്ങനെ പോവാണ്. ഏതിലൊക്കെ വല്ല പിന്നെ പടത്തേക്കോ ഫിലിമൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു വൈക്ക് പോകാനുള്ള കാഴ്ചപ്പാടുണ്ട്. എന്തായാലും ഞങ്ങളെ പണി പോണത്ര അങ്ങനെ പോകും. ഞങ്ങളുടെ ശരീരം കൊണ്ട് വയ്ക്കണത്ര അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്.
പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിന്നിട്ടുള്ള നമുക്കറിയാം ഒരുപാട് പേര് വീട് വെക്കുന്നുണ്ട്, വണ്ടികൾ വാങ്ങുന്നുണ്ട്, വേറൊരു പണിക്കും പോവാതെ ഇത് തന്നെ വരുമാന മാർഗമാക്കി മാറ്റുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങിയവരൊക്കെ അവരൊക്കെ കൊറോണയുടെ മുന്നായിട്ട് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ശരിയാണ് പോയിന്റാണ്. അവരൊക്കെ കൊറോണയുടെ മുന്നേ ഈ ഫീൽഡിൽ ഇറങ്ങി. ഞങ്ങൾ കൊറോണ സമയത്ത് നിങ്ങൾക്ക് അറിയണ്ടാവും എല്ലാവരും ഫോണും എല്ലാം ഒക്കെ മൊബൈൽ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു ഫെയിം ആവാനും ഒരു പ്ലാറ്റ്ഫോമിലൊന്ന് സെറ്റ് ആകാൻ ഒരു ടൈം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് കൊറോണയിൽ. ഞങ്ങൾ കൊറോണ കഴിഞ്ഞിട്ട് ലേറ്റായി ഫീൽഡിലേക്ക് എത്താൻ. അത് തോന്നുന്നുണ്ട്. പക്ഷെ ലേറ്റ് ആയെങ്കിലും പെട്ടെന്ന് നിങ്ങളങ്ങ് വൈറലായി, പെട്ടെന്ന് റീച്ചായി. ഞാൻ ശരിക്കും ഈ ഷുക്കൂർഖാനെ കാണുന്നത് ഞാൻ പറഞ്ഞൊരു ഷോൾ ഇട്ട് ഒരു നൈറ്റ് ഇട്ട് ഓടുന്ന ഒരു പെണ്ണുങ്ങളായിട്ട്, അത് അടങ്ങി നിൽക്കാത്തൊരു പെണ്ണുങ്ങളല്ലേ, വെറും ഓട്ടാ അല്ലേ? അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ. ശരിക്കും അങ്ങനെ ഒരു കണ്ടന്റ് എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് ആരാ ആദ്യം പറയുന്നത്? അത് സംഭവം എന്താ വെച്ചാൽ ഈ ഞാൻ ചെയ്യുന്ന കാര്യമായിട്ട് പെണ്ണുങ്ങൾ അവരെ ലൈഫിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ചെയ്യണ സ്ട്രഗിളാണ്. അത് ഒരു കോമഡി രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് കോമഡി അല്ല, ഒരു സാഡ് സാധനമാണത്. ലൈഫിൽ ഒരു രാവിലെ നീച്ചാൽ രാത്രി വരെ ഒരു വർക്കാണ്. ഞങ്ങൾ പണിക്കിറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണിക്ക് പണി കഴിഞ്ഞു, പിന്നെ ഫ്രീ ആണ്. ഇത് രാവിലെ മുതൽ രാത്രി വരെ വർക്കല്ലേ, അടിച്ചോരലും കുട്ടിനെ പഠിപ്പിക്കലും ഭക്ഷണം ഉണ്ടാക്കലും. അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അമ്മായിമ്മ ശരിയല്ല എന്നുണ്ടെങ്കിൽ അമ്മായിമ്മ ഒരു വേറെ. അപ്പോൾ അതൊക്കെ പാടെ ആ സാധനമാണ് ഞാൻ കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഞാനൊരു സാഡ് BGM കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിത് കാണുമ്പോൾ ഓൾറെഡി ഒരു ഡൗൺ ആക്കാരും. അപ്പോൾ അത് സാഡ് രീതിയിൽ ചെയ്താൽ അവർക്ക് പിന്നെ ഡൗൺ ആവല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേർഷൻ മാറ്റി അതൊരു കോമഡി രീതിയിൽ ചെയ്തിട്ടാണ് ഓലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഡൗൺ ആവാണ്ട് വെച്ചിട്ട് അതൊരു സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാഡാണ് സാധനം. ഒരു സാഡ് സാധനം ഞാൻ കോമഡി ആക്കിയിട്ട് ഓലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് കുഞ്ഞുമോൻ ഒഴികെ ബാക്കി എല്ലാവരും മാരീഡ് ആണ് അല്ലേ? അതായത് പെണ്ണുങ്ങൾ ഇത്രമാത്രം സഹിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയാം. ആരെങ്കിലും വീട്ടില് ഭാര്യമാരെ സഹായിക്കുന്നുണ്ട് രാവിലെ? കേക്കട്ടെ. രാവിലെ സഹായിക്കാറ് രാവിലെ 7 മണി ആകുമ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് പോരും. പിന്നെ നമ്മള് അവർക്ക് വീട്ടിലേക്ക് എത്തിയാ നമ്മൾ തന്നെ ടയർഡായിട്ടാ. ഞങ്ങളോ 7-7:30 ആകുമ്പോ ശേഷം എന്തെല്ലാം പണി നടക്കുന്നു അവിടെ വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ നമ്മൾ ടയർഡാണ്, ഫുള്ള് കഴിഞ്ഞിക്കണു. പ്രത്യേകിച്ച് വീട്ടിലൊന്നും ചെയ്തോണ്ടിരിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും? ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. ഒരു 9 മണിക്ക് വന്ന് ഞാൻ ഫുള്ള് ഉറക്കം. ഒരു 3 പക്ഷെ എല്ലാം വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പണിക്ക് പോയി വീണ്ടും വീട്ടിൽ വന്ന് ചെയ്യുന്ന എത്ര സ്ത്രീകളുണ്ട്. അപ്പോഴോ ഈ ശുക്കൂർ കേക്കട്ടെ, സ്ത്രീകളുടെ സങ്കടപ്പെടുത്തുന്ന അങ്ങനെ ഇങ്ങനെ കേക്കട്ടെ. ഞാൻ എന്നെല്ലാം ചെയ്തു കൊടുക്കും. ഭാര്യനെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ലീവില് ദിവസമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യും കിച്ചണിലൊക്കെ. അത് മുഴുവനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. അതന്നെ ചിലപ്പോൾ തൊഴിലും കൊടുത്തുമ്പോൾ ചെയ്ത് കൊടുക്കാനുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യലൊന്നുമില്ല. ചെയ്ത് കൊടുക്കും. എനിക്ക് വർക്കില്ലാന്നുണ്ടെങ്കിൽ ഞാനും ഇതിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഓളെന്തെങ്കിലും സഹായം പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കും. അത് കണ്ടറിഞ്ഞിട്ട് ഇങ്ങനെ ഇജ്ജ് മറിക്കാൻ ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഞാനും ചെയ്യലൊന്നുമില്ല. കണ്ടന്റ് ഓള് എനിക്കൊരു സത്യം പറഞ്ഞ ഈ കണ്ടന്റ് കിട്ടുന്നത് വെച്ചാൽ ഞാൻ ഓളെ വാച്ച് ചെയ്ത് നടക്കലാണ്. ഓള് നടത്തും അതേമാതിരി ചിലപ്പോൾ നടക്കുമ്പോൾ അത് അട്ടം മാറ്റില്ലോ. അതൊക്കെ ഞാൻ ചില സമയത്ത് ഒരു ആവശ്യത്തിൽ ഞാൻ അവളോട് കച്ചറ ഉണ്ടാക്കും. അതായത് ദേഷ്യം വരുമ്പോൾ ഒരു സാധനം കിട്ടുമല്ലോ, ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ആവശ്യത്തിൽ അവളോട് കച്ചറ ഉണ്ടാക്കും. അതൊന്നും ഓൾക്ക് അറിയില്ല. അപ്പൊ എനിക്ക് എന്റെ ഉദ്ദേശം ആ സാധനം കിട്ടലാണ്. അങ്ങനെ ഓളെ സത്യം പറഞ്ഞ ഓളെക്കെന്നാണ് ഞാൻ ഈ സാധനം എടുക്കുന്നത്. ഭാര്യക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഉമ്മാക്ക് ചെയ്ത് കൊടുത്തിരുന്നു. മലബടെ കിടന്നിട്ട് രാവിലെ 6 മണിക്ക് തുടക്കം അടിക്കുക, വെള്ളം കോരി കൊടുക്കുക. ഉമ്മ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോൾഡറിന് കേടായിട്ട് ഉമ്മക്ക് കൈ അനക്കാൻ പാടില്ല. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. രാവിലെ നീച്ച് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും. വൈഫിന് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോ ആരില്ലെങ്കിൽ ഇല്ലല്ല, ഓള് ഒരു കാര്യത്തിന് വയ്ക്കുക. ആയിക്കോട്ടെ, എന്താ കാര്യം നിന്ന് ഞാൻ ചോദിക്കുന്നത്. ബേബി ഉണ്ടായോ? ഏകദേശം ടൈമില്ലേ 10 monthsലെ ഒരു ബേബി പുതിയത് 10 ദിവസമായിട്ട് ഒരു മാസമായി. ഓക്കെ, അടിപൊളി. അപ്പൊ അതുകൊണ്ട് വൈഫ് അവിടെയാണ് അല്ലേ? അപ്പൊ തിരിച്ചു വരുമ്പോ വൈഫിന് ഒരുപാട് പണികൾ. പരമാവധി ലേറ്റ് ആവാൻ പറഞ്ഞേ. അതെല്ലേ, നൈസ് ആയിട്ട്. ഷുക്കൂർക്ക് ഇപ്പൊ പറഞ്ഞില്ലേ വൈഫിന്റെ ഓരോ സിറ്റുവേഷൻ ആണ് ഞാൻ കണ്ടന്റ് ആക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞില്ലേ?
അപ്പം ശരിക്കും വൈഫ് എന്താ പറയുക കുട്ടികളെ കുറേ നോക്കുന്നു, വീട്ടിലേക്ക് ചില കണ്ടന്റ് ഞാൻ കാണാറുണ്ട്, വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വലിയ താല്പര്യപ്പെടാത്ത ചില ഇതല്ലേ മദ്രസയൊക്കെ ലീവാന്ന് കരുതിയിട്ട് ആളൊക്കെ പാക്ക് ചെയ്ത് വെക്കും, പക്ഷെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ആൾക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിക്കും വീട്ടിലുണ്ടോ? അത് ഓൾക്കൊരുവട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സാധനം പറയുന്നുണ്ട്, ഒരു വട്ടം അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ വൈഫിനല്ല, എനിക്ക് ഏകദേശം ഞാൻ ഈ പറയാം ഒബ്സർവേഷൻ ഞാൻ നടത്തിക്കൊണ്ടിരിക്കണം. ഈ ഫീമെയിൽ ക്യാരക്ടർ ചെയ്ത് മുതൽ ഞാൻ ഈ കുടുംബത്തിലും എന്റെ പെരയിലായാലും ഈ പെണ്ണുങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ എനിക്ക് പണി. അവരെ ക്യാരക്ടർ കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലായിടത്തും ഒരുവിധ പെണ്ണുങ്ങളൊക്കെ അവരെ സ്വന്തം വീട്ടിൽ പോകാൻ നല്ലോണം താല്പര്യപ്പെടുന്നു. അവിടെ പോയാൽ ആ ഒരു ഫ്രീഡം അവർക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നല്ല എല്ലായിടത്തും എനിക്ക് അത് കാണാൻ സാധിക്കേണ്ട ഒരു സംഭവം. അത് മെയിനായിട്ട് ആ സാധനം ഇടുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അത്രയും കമന്റ്സ് വരും. അപ്പൊ ഇത്രയും പെണ്ണുങ്ങൾ അവനവന്റെ വീട്ടിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന സംഭവം എനിക്ക് അതിന് മനസ്സിലായി. അതെ, ശരിക്കും ചിന്തിച്ചൂടല്ലേ? നിങ്ങളിപ്പോ ഒരു വേറെ വീട്ടിൽ കൊണ്ടിട്ട് എങ്ങനെയുണ്ടാവും? രാവിലെ എണീക്കണം, ചെയ്യോ? രാവിലെ 5 മണിക്ക് എണീക്കാം, അവിടെ മുറ്റടിച്ചു പോലെ തുടക്കുക, കറി ഉണ്ടാക്കുക, ഉപ്പേനും ഉമ്മേനെയൊക്കെ നോക്കുക ഒക്കെ ചെയ്യോ? അത് വേറെ വീടാണ്, ചെയ്യോ? ചെയ്യേണ്ടി വരും. ഓനൊക്കെ വേറെ പെരയെ കൊണ്ടുപോയിട്ട് 2 ആനനെ വാങ്ങി കിട്ടാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുന്ന റീല് നിങ്ങളുടെ വൈഫുകൾ തന്നെ നിങ്ങൾക്ക് റീസെന്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? എന്റെ പെണ്ണുങ്ങളൊക്കെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സുക്കൂറിന്റെ വൈഫ് ഇടക്കിടക്ക് ചിലതിന് നല്ല കമന്റ് ഇടും. അതിൽ ഒരുപാട് ശുക്കൂറിന്റെ വൈഫാണ് അത് പേജിൽ പോയിട്ട് കമന്റ് ഇടലുണ്ട്. എന്താ കമന്റ്? നിങ്ങളുടെ പറയാൻ പറ്റില്ലല്ലോ. ഐഡി പേരെന്താ വൈഫിന്റെ? സഫൂറ. സഫൂറ. ഞാൻ നോക്കട്ടെ, വൈഫിന്റെ പേരെന്താ? നസീഫ നസ്രീൻ. നസീഫ നസ്രീൻ. ഒക്കെ പറഞ്ഞായിരുന്നു. എന്താ? മുസൽമ. മുസൽമ. നൈസ് നെയിം. നിങ്ങളുടെ വൈഫിന്റെ? ഫസീല. കുഞ്ഞുമാന്റെ ഗേൾഫ്രണ്ടിന്റെ? അത് പറഞ്ഞ സത്യമായിട്ടും ഇല്ല. അതായത് സിംഗിൾ ആണ്, റെഡി ടു മിംഗിൾ ആണ്, നോക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു ഗേൾ ഫ്രണ്ട് അല്ലെ, ഭാവിയിൽ ഭാര്യ ആവേണ്ട ഒരു കുട്ടിയാണ്. എന്തെല്ലാം ക്വാളിറ്റീസ് വേണം ഭാര്യക്ക്? ഒരു കുട്ടിയായ മതി. നല്ലൊരു കുട്ടി. നല്ലൊരു കുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? ഇതേപോലെ 5 മണിക്ക് എണീക്കണം, അടിച്ചു വരണം, തുടങ്ങണം. ഓന് പെരേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. സംഭവം സെറ്റ് കല്യാണം കഴിക്കാൻ വേണ്ടി. പെരക്കാർക്ക് യാതൊരു ചൂടില്ല. എല്ലാവർക്കും ഒന്ന് തോന്നി തുടങ്ങട്ടെ എന്ന് എഴുതിയിട്ട് അത് ഞാൻ ഓണ്ടിങ്ങനെ പറയും എന്താ ചെയ്യുക, പെരക്കാർക്ക് ഒരു ചൂടില്ല അറിയുന്നുണ്ട്. നമ്മൾ 2 ദിവസം ഒരു മീനും പച്ചക്കറി മിക്സ് ആയി കൊണ്ടുപോയി കൊടുക്കാറ്. എന്നിട്ട് ഇപ്പോഴും മാറ്റൊന്നും ഇല്ലെന്ന് പറയും. ആണോ? എനിക്ക് തോന്നുന്നു ഈ ഷുക്കൂർക്ക് ഒരു അസാധ്യ കലാകാരനാണ്. അഭിനയം മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. അത് ഞാൻ കണ്ട്, കമന്റ് ഞാൻ കണ്ട് അല്ലേ, എല്ലാ മേഖലയും. ഞങ്ങള് ഈ വീഡിയോ ഞങ്ങള് 3 ആള് ഫസ്റ്റ് ഞാൻ ഇവരേക്ക് കയറി വന്നാണ്. ഇവരൊക്കെ ആദ്യം ടച്ചില്ലോലാണ്. പക്ഷെ ഞാൻ ഈ വർക്കൊക്കെ വന്നേക്കാണ് ഇവനൊക്കെ അറിയണത്. പക്ഷെ അതിന്റെ മുമ്പ് ഇവരൊക്കെ പരിചയമുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ ഷുക്കൂറിനടുത്ത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, കഴിവുണ്ട്. ഞങ്ങള് ഫസ്റ്റ് ഇതൊരു ഇതായിട്ട് പറയല്ല, ഇപ്പൊ ഇത് ഒരു 5-6 ഐറ്റംസ് നമ്മളെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ നല്ല ഉഷാറാണ്. എന്ത് നല്ല പാട്ട് പാടൂലേ? നിങ്ങൾ പറയും ഡാൻസ് എവിടെയും പോയി എന്റെ അറിവിൽ പഠിച്ചിട്ടില്ല, പക്ഷെ കളിക്കണ്ടോ? ഇല്ലല്ലോ, പഠിച്ചിട്ടൊന്നുമില്ല. അതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഭവം, യൂട്യൂബ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഭവം. സംഗീതം, അഭിനയുണ്ട്, പിന്നെ ഈ എഡിറ്റിംഗ്. അഞ്ചെണ്ണെങ്കിലും ഇല്ലേ? നിങ്ങൾ പറയും ഇത് അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോ ഇരുന്നിട്ട് ഇങ്ങനത്തെ നമുക്കൊന്നും കിട്ടണില്ല. പക്ഷെ ശുക്കൂറിന്റെ വൈഫിനെ വെച്ചിട്ടാണ് ആ ചെയ്യണത്, ആ ലേഡീസിന്റെ ഇതൊക്കെ ചെയ്തെടുക്കണത്. എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതായത് ഫാമിലി, കുട്ടികള്, അതിന്റെ ഇടയിൽ കൂടെ പണിക്ക് പോകുന്ന അഭിനയം അല്ലേ. ഞാൻ റീലോണ്ട് മുന്നോട്ട് പോകാൻ കാരണം ഇവരൊക്കെ കട്ടക്കിലെ സപ്പോർട്ട് കൊണ്ടാണ്. എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതിലേ ശുക്കൂർ ഫുള്ള് റിസ്ക് എടുക്കണവനാണ്. കാരണം എഡിറ്റിങ്, ഈ മാസ് ഡാൻസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല റിസ്ക് ആണ്. അത്യാവശ്യം 2 ദിവസം മുമ്പടക്കം ഇപ്പൊ വന്നിട്ട് പറഞ്ഞു, എന്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു ഒരു ഭയങ്കര ഹെഡേക്ക് ആണ് ആൾക്ക്. അവൻ പറഞ്ഞു ഈ രാത്രി ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഈ മാസും ഡാൻസ് ഒക്കെ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാ കോമഡി അങ്ങനത്തെ ഒന്നും വലിയ റിസ്ക് ഇല്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അറിയുന്ന സംഭവം തന്നെ. അതായത് നമ്മൾ കോമഡി ആണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല എഡിറ്റ് ചെയ്യാൻ.
ഡാൻസും കാര്യങ്ങളാണെങ്കിൽ ആ ലിറിക്സ് അനുസരിച്ച് ആ സ്റ്റെപ്പ് വരണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് ചിലപ്പോൾ ഞാൻ രാത്രി പണി കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ ചിലപ്പോൾ 6-7 മണിയൊക്കെ ആവും. പിന്നെ എഡിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ രാത്രി 1 മണി 2 മണിയൊക്കെ രാവിലെ നീച്ച് പിന്നെ പണിക്ക് പോകണം. പോണം അല്ലേ പണിക്ക് പോണം. അതിന്റെ ഇടയിൽ വീണ്ടും വീഡിയോ എടുക്കണോ? പക്ഷെ ഒന്നൊക്കെ ഈ പണി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ചെയ്തൂടെ? ഏത് ഈ വീഡിയോ തന്നെ ചെയ്തൂടെ? ഇതെന്താ വെച്ചാല് ഞങ്ങളിപ്പോ ഈ ലീവ് എടുത്തേക്കണ എന്താ വെച്ചാല് ഇന്നിപ്പോ ഇതുണ്ട് പറഞ്ഞിട്ടല്ലേ. അത് ഇന്ന് ലീവ് എടുത്ത ആൾക്കാരാട്ടോ. ഞാൻ പറഞ്ഞില്ല 1500 അല്ല അങ്ങനെയല്ല കേട്ടോ. 1500 അല്ല, ക്യാമറാമാൻ ഇവിടെ വെച്ചിട്ട് പോവാ വല്ല പണി എടുത്തോളൂ. 1500 അല്ല, 1500 2000. എനിക്ക് 2000 രൂപ അങ്ങനെയൊന്നുമില്ല. ഓനെല്ലാം മേസിലവനെ ഇല്ല. ഓ മുതലാളിയാണ്. മുതലാളി ഇവരുടെ പണിക്കാൻ അത്ര തന്നെ ഉള്ളു. എപ്പോഴെങ്കിലും ഈ മുതലാളിത്തരം എടുക്കുന്ന ഒരു ഇല്ല അവസ്ഥ ഇല്ല വന്നിട്ടുണ്ടോ? ഇതില് ഞങ്ങളെ വർക്കിൽ എന്താ വെച്ചാല് ആ സംഭവം ഇല്ല. ഇല്ല. മുതലാളിത്തരല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് അതെന്താ ഹാപ്പി. വെച്ചാല് ഇവന്റെ ജ്യേഷ്ഠന് അതിന്റെ നേരത്തെ ഒന്നും പറയാല്ല. നിങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന അതല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇവൻക്ക് എന്താ വെച്ചാല് ഇവൻക്ക് നല്ല സങ്കടമുണ്ട്. ഇപ്പൊ ഇടക്ക് പറയും ഏത് ഗ്രൂപ്പിലെ പണി എവിടെയാണ്. എനിക്ക് താല്പര്യം എന്താ മാസം സംഭവങ്ങൾ ഡാൻസ് മാസിന്റെ ആളാണ്. ഫുള്ള് മാസം എനിക്ക് ഇഷ്ടം. ഓനക്ക് നമ്മളെ പഴയ പേര് തുണിയൊക്കെ മടക്കി അങ്ങോട്ട് നടക്കുക, സ്ലോ മോഷനിൽ ഇങ്ങോട്ട് നടക്കുക, ആ സാധനത്തിലാണ്. മാസ് ഡാൻസ് ഡാൻസ് ചെയ്യില്ല നന്നായിട്ട്. ഇപ്പം പറഞ്ഞ സ്റ്റെപ്പ് കാണിക്കും അത്രത്തിന് കൊറിയോഗ്രാഫർ പുള്ളി തന്നെ എല്ലാം. ഞാനല്ല യൂട്യൂബാണ് എല്ലാം എല്ലാം. പിന്നെ ക്യാമറമാൻ പ്രത്യേകം വന്നപ്പോ മുതല് പറയുന്നുണ്ട് നിന്റെ ക്യാമറ കേട്ടോ. കമന്റ് റീലേ കമന്റ് ഇട്ടാല് ഫുള്ള് ഇപ്പം പോയി അതില് എന്താ കമന്റ് കൊടുക്കും, ലൈക്ക് കൊടുക്കും. ക്യാമറ ചെക്കന്മാരെ നമുക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ വന്ന മുതൽ ഇവരിങ്ങനെ പറയുന്നുണ്ട് ക്യാമറ പറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. അതെ ഇവർക്ക് പറ്റുന്നില്ല. നീ വരുന്നോ പോരുന്നോ ഞങ്ങളുടെ കൂടെ വരുന്നോ? പിന്നെ ഞങ്ങളെന്താ അവനാണ് നിങ്ങളുടെ ഗ്രൂപ്പിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾ. അതായത് ഈ ക്യാമറ സംഭവത്തില് ഇത്ര കാലം കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ക്യാമറമാൻ ആരാ ക്യാമറ ഹോൾഡ് ചെയ്ത് ചെക്കയാ. പക്ഷെ ആരും കൊണ്ടുപോകരുത്. ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടോട്ട് എടുക്കും. ഞാൻ ഇവര് കൂപ്പന്റെ വീഡിയോസ് അങ്ങനെ വരും. പക്ഷെ മാസാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറ വർക്ക് ഓനെ കഴിഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ ആളെ നമുക്ക് കിട്ടണം ആ സമയത്ത് അല്ലേ? കൂപ്പില് കിട്ടൂല. പണിസ്ഥലത്ത് വീഡിയോസ് ചെയ്യുമ്പോ ഞങ്ങള് 3 ആള് അതിന്റെ ഒരു പോരായ്മ അതിൽ കാണാറുണ്ടോ? അതിന് ഇതിന് കമ്പയർ ചെയ്യുമ്പോ ഓന്റെ വർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഇതിപ്പോ പറഞ്ഞ നാളോ വരില്ലേ? ആളൊന്നല്ല. ഇപ്പൊ ഞങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഡെയിലി മെസ്സേജ് അയക്കും. തുക്കൂർക്ക ഞാൻ നാളെ വരട്ടെ. എന്റെ വീട് ശരിക്കും ഇവിടെ അല്ല, ഞാൻ മലപ്പുറമാണ്. ശരി കോട്ടക്കലടുത്ത. ഞാൻ 20 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ വീട്. എല്ലാ വെള്ളിയാഴ്ച വരലാണ്. വെള്ളിയാഴ്ച കൂടുതൽ ഫ്രൈഡേ നിങ്ങളുടെ ടൈമാണ്. എനിക്കും ഫ്രൈഡേ ലീവ്, ഇവർക്കും ഫ്രൈഡേ ലീവ്. ഞാൻ പിന്നെ ലീവ് എടുത്തു നിങ്ങൾ ഇതിൽ തുടങ്ങും അല്ലേ? ഓക്കെ. ഇനി ഷുക്കൂർക്കിന് ഒരു പാട്ട് കേൾക്കേ. അല്ല ആദ്യം ഷുക്കൂർക്ക് തുടങ്ങും പിന്നെ അതല്ല ഇല്ല നിങ്ങൾ കണ്ടിട്ടില്ല. വേറെ പേജുമാരുണ്ട്, വെൻകർ പേജ്. അതിന്റെ ഇവന്റെ പാട്ടുമാടങ്ങളൊന്ന് കാണണം. ഈ ചെമ്മനും തുമ്പനും പഠിക്കുമ്പോ ഞങ്ങൾ ജില്ലക്കൊക്കെ ലഫിന് പാട്ട് പാടാൻ ഞങ്ങൾ രണ്ടാളാക്കാരം. പിന്നെ ജില്ലക്ക് ഞങ്ങൾ ഓരോ സംഘാനത്തിൽ, അതായത് മൂക്കില രാജ്യത്തിന് അത് സ്റ്റോപ്പായി. അല്ല കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. പിന്നെ ഞങ്ങൾ ഓരോ ഈ എന്താ കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അന്ന് നൈറ്റ് ഇറങ്ങി പോകുന്നവര് പറയണം അതുവരെ പാടുന്നത്. അതുവരെ ഞങ്ങൾ പാടും. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ജമ്പനും ചുംബനും അല്ലേ പറഞ്ഞു? നിങ്ങൾ പാട്ട് കേൾക്കാം. ആദ്യം ആശാൻ പാടട്ടെ, പിന്നെ ശിഷ്യം പാടട്ടെ. പഴയ മലർപ്പാട്ടായിക്കോട്ടെ. സ്നേഹത്തിൻ്റാവുമായി നമ്മൾ ഷാരോണിൻ തീരത്തിന്നും നിൽപ്പൂ. സ്നേഹത്തിൻ്റാവുമായി നമ്മൾ ഷാരോണിൻ തീരത്തിന്നും നിൽപ്പൂ. ഈ മണ്ണിലും ആ വിണ്ണിലും പൊന്നോമൽ കുഞ്ഞിനാരെ കൂട്ടായി വന്നു. ആരീരാരീരുണ്ടാരോ പാടീരാ കിളി പാടി. പൂമിഴികൾ പൂട്ടി മെല്ലെ
നീ ഉറങ്ങ് ചായുറങ്ങ് സ്വപ്നങ്ങൾ പോവിടും പോലെ നീളേ മണ്ണിൽ മന്ദാരങ്ങൾ വിണ്ണിൽ വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ അയ്യോ. അടിപൊളി. പക്ഷെ ചെറുമട്ടത്തിൽ ഈ പാട്ട് പുതിയാണല്ലോ. ഈ പാട്ട് ഞങ്ങൾ കേൾക്കാത്ത പാട്ടാ. പക്ഷെ കിടിലൻ സാധനം മാപ്പിളപ്പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെയിം സൗണ്ട് അതിൽ കമന്റ് കണ്ടിരുന്നോ? വളരെ അനുവദിച്ചു വിടാം. അത് ഓനക്ക് മനസ്സിലാത്ത വെച്ചപ്പോ അനുപല്ലവേ പാടിക്കണത് ഫസ്റ്റല്ല. ഇവരും പാടില്ല. അങ്ങനത്തെ സംഭവം ഞാൻ പാടില്ല. സെറ്റാ. കുറച്ച് കഴിഞ്ഞിട്ട് പാടി പറയാം, സംസാരിക്കല്ലേ. ഒരു ഗ്യാപ്പ് ഇടല്ലേ? ഓക്കെ, അടുത്തയിലിടാ കേട്ടോ. ഓക്കെ, ഈ ഷുക്കൂർക്ക നമ്മളിപ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നു, അതായത് ആദ്യമേ പണിക്ക് പോകുന്നുണ്ട് അല്ലേ? എത്ര വയസ്സിലാ വർക്കിന് പോകാൻ തുടങ്ങിയ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് കാലം ഗൾഫിൽ 1-2 വർഷം ഗൾഫിൽ നിന്നു. പിന്നെ ഈ ഫീൽഡിലേക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ വണ്ടി പോക്കും ഡ്രൈവിംഗ് ഒക്കെ അങ്ങനെ വാപ്പ പഠിപ്പിച്ചാണ്. ഈ മരം വണ്ടി കൊണ്ട് പോക്കും ഒക്കെ ചെറുപ്പത്തിൽ പഠിച്ചു. ലൈസൻസ് 18 വയസ്സാണെങ്കിൽ മുന്നേ തന്നെ ഒരുപാട് 12-13 വയസ്സിൽ തന്നെ ഏകദേശം എനിക്ക് വാപ്പനെ അങ്ങനെ ഇരുത്തിയിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞവർക്ക് വാപ്പ ഒരു ഫീൽഡ് ഒരു ട്രാക്ക് കാണിച്ചു തന്നു. അതിലങ്ങനെ പോവാണ് ഇപ്പോൾ, കുഴപ്പമില്ല അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ജ്യേഷ്ഠന ചെയ്യണ സ്റ്റാർട്ടിങ് ട്രാക്ക് ആക്കി തന്നു. അതിലങ്ങനെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എപ്പോഴാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് പോവാം എന്നുള്ള ഒരു ധാരണ ആയിരുന്നു? അതെങ്ങനെ വെച്ചാൽ ഇപ്പം രാവിലെ നീച്ച് നമ്മൾ പണിക്ക് പോവുക, രാത്രി ഒന്ന് കടന്നുറങ്ങുക, പിറ്റേ ദിവസം ഈ സംഭവം തന്നെയല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണ്ടത് എഴുതിക്കാണ്ട് ഒരു ഇറങ്ങിയത് ഈ ഫീൽഡിലേക്ക്. അന്നൊരു രസത്തിന് ഇറങ്ങിയാണ്. ഇപ്പം സത്യം പറഞ്ഞ ഒരു പാഷനായിട്ട് മാറി ഞങ്ങൾക്ക്. ഇങ്ങനെ ആൾക്കാർ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് കാത്തിക്കുക, അതിൻ്റെ കമൻസ് വായിക്കുക. അപ്പോൾ ഒരു രസമല്ല സംഭവം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂ ചെയ്തു. ഒരു പാഷനായിട്ട് മാറിയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു. ഇത് എപ്പോഴെങ്കിലും ഒരു വരുമാന മാർഗമായിട്ട് മാറുന്നുണ്ടോ ഇപ്പോൾ? കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് അങ്ങനെ എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ കിട്ടാറുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ചെറിയൊരു പൈസ എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ല ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പണി കൊണ്ടാണ് വരുമാനം. ഇതെന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കും വേണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫീൽഡിൽ മരപ്പണി നമുക്ക് മുന്നോട്ട് പോകില്ല. ഇപ്പം തന്നെ ഏകദേശം ഞങ്ങളുടെ പാർട്സൊക്കെ തീരുമാനമായിരിക്കണം. അപ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു മടുപ്പോ ഒന്നുമില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്ന സംഭവമാണ്. ശരീരം ഇപ്പോൾ കുറച്ചായിട്ട് അനുവദിക്കില്ല എന്നൊരു സംഭവമുള്ളൂ. അത്ര വയസ്സൊന്നും ആയില്ലല്ലേ? എത്ര വയസ്സായി? എനിക്ക് വയസ്സൊക്കെ ആയിക്കോളും, 36 വയസ്സായി. 36. എന്നാലും നിങ്ങൾക്ക് എത്ര വയസ്സായി? സത്യം പറഞ്ഞ ഞങ്ങൾ ചെറുത് വനാണ്. ഇയാളാണ് ഏറ്റവും ചെറുത്. പക്ഷെ ഓന്റെ വരുന്നുണ്ട് കല്യാണം, ഇൻഷാ അല്ലാഹ്. അതൊന്ന് സമയം എടുത്ത് കല്യാണം കഴിച്ചു. എന്തെത്ര തിരക്ക് അല്ലേ? എത്രയായി നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതല്ല അന്റെ കല്യാണം കഴിഞ്ഞ ബാക്കിയുള്ളവരൊക്കെ പിന്നെ കെട്ടിക്കോട്ടെ, അതിനറിയുള്ളൂ. അത് നടക്കൂല. അതെ, വാപ്പ ഓണായി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ വല്ലാതെ ആക്റ്റീവ് ആക്കാൻ വർക്കിനൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് ഇന്നിങ്ങനെ പറയും, ഇന്നിപ്പോ ആരൊക്കെ രാവിലെ വന്നിട്ട് പറയും ഇന്ന് ആരൊക്കെ പണിക്കുണ്ട്. അപ്പൊ പറയാണ് സെമീർ ഇന്ന് ലീവാ. അപ്പൊ അവിടെ എന്താണ്, അവിടെ സെമീർ ഞങ്ങളെപ്പോലെ ഷെഫീഖും ഉണ്ട്. ഇവര് ഒരുമിച്ച് ശുക്കൂർ, ഞാന് സെമീർ, ഷെഫീഖ് ഒക്കെ പാടെ ഒരുമിച്ച്. പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരുമിച്ച് ഒരു സൈഡില്, അതായത് ഒന്നെങ്കിൽ ലോഡ് കയറ്റിനോടത്തോ അല്ലെങ്കിൽ മുറിച്ചിനോടത്തോ അതൊക്കെ ഒരുമിച്ച് വരികയും ചെയ്യണ്ടല്ലോ. അന്നത്തെ ഈ ഹാപ്പിയാണ്, അതൊരു രസാണ്. ഒന്നുമില്ല, ഞാൻ പറയട്ടെ, പച്ചക്ക് ഇറച്ചിയാണ് തിന്നും. ഞാൻ ഓനെ തിന്നും, ഓനെ തിന്നും. പക്ഷെ അതില് മുതലാളിനെയും തിന്നും. മുതലാളിയൊന്നുമല്ല, നമ്മള് ഇവരന്മാർക്ക് പണിക്കാരാണ്. അതല്ല മുതലാളി തന്നെയാണ്. അല്ല അത് കാര്യം വേറെ, അതൊക്കെ അവിടെ നിന്നോട്ടെ അങ്ങനെ. പക്ഷെ ഇത് ശരിക്കും മുതലാളി കാട്ടിയാൽ എനിക്ക് പണിയാവും. എന്റെ ജ്യേഷ്ഠനും ഉണ്ട്, ഇവന്റെ ജ്യേഷ്ഠനും ഉണ്ട്. ഓരോ രണ്ടും പാർട്ണർമാർ. പക്ഷെ എന്താ വെച്ചാല് ഓലായാലും സെമീർ കൂടൂല, സെമീർ തിന്നും. രണ്ടാളും നമ്മളെ കാര്യം പറയും, അതിന് പേടിക്കണം. പിന്നെന്താ, പക്ഷെ നമ്മള് തിന്നും. അത് എന്താ തിന്നലെന്ന് എനിക്ക് മനസ്സിലാവില്ല. പച്ചർച്ച അങ്ങോട്ടോ ആക്കണ പരിപാടി അത്. പക്ഷെ എന്താ വെച്ചാല് അന്ന് വൈകുന്നേരം ആയിത്തീരും.
വൈകുന്നേരം എത്തും അതാണ് ആയി അങ്ങോട്ട് മരമായിട്ട് ആകെ കൂട് പിരാന്ത് പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഒരാളായിട്ട് തമാശ പറയാം. അതന്നെ. മരം കയറ്റാ മരം ഇറക്കാ മരം അതില് കിട്ടൂല അതില് രസം ഉണ്ടാവില്ല. അതിനെന്തെങ്കിലും ഇപ്പൊ കുറച്ച് ദിവസം മുന്നത്തെ വെയിലുണ്ടല്ലോ ഇജ്ജ് ഇത് മോറ് നോക്കാം. ആ പിന്നെന്താ അതൊക്കെ തന്നെ അവസ്ഥ. അവസ്ഥ